കോട്ടയം ജില്ലയിൽ പനച്ചിക്കാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം. ഈ ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നും അറിയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെങ്കിലും സരസ്വതി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഒരു ചെറിയ സരസ്സിലെ വിഗ്രഹത്തിലാണ് സരസ്വതി കുടികൊള്ളുന്നത്. എപ്പോഴും പച്ചപ്പ് നിറഞ്ഞ വള്ളിപ്പടർപ്പിനാൽ മൂടിയിരിക്കുന്ന വിഗ്രഹമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സരസ്വതി ലത എന്നാണ് ഈ വള്ളിപ്പടർപ്പിനെ അറിയപ്പെടുന്നത്. എല്ലാ കാലത്തും വള്ളിപ്പടർപ്പിനാൽ മൂടിക്കിടക്കുന്നത് കാരണം നമുക്ക് സരസ്വതി ദേവിയുടെ വിഗ്രഹം കാണുവാൻ സാധിക്കുന്നതല്ല. ആദിപരാശക്തിയുടെ സരസ്വതി ഭാവത്തിൽ മാത്രമാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. അറിവിൻ്റെയും വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും കലയുടെയുമെല്ലാം ആദ്യ അക്ഷരം കുറിക്കുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലാണ്. വരപ്രദായിനിയായ പനച്ചിക്കാട് സരസ്വതി ദേവിയെ കണ്ട് ഒരു തവണയെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഭക്തരില്ല. ഏകദേശം 1000 വർഷത്തിൽ പരം പഴക്കമുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇത്. പനച്ചിക്കാട്ട് ഗ്രാമത്തിലെ ഒരു പ്രശസ്തമായ ഇല്ലമായിരുന്നു കിഴിപ്പുറത്ത് ഇല്ലം. ആ ഇല്ലത്തെ നമ്പൂതിരിക്ക് മൂകാംബിക ക്ഷേത്ര ദർശനത്തിൽ ലഭിച്ച അതിശയകരമായ ദൈവികാനുഭവത്തിന്റെ ഫലമായാണ് പനച്ചിക്കാട് അതിദിവ്യമായ ഒരു ദേവീ സാന്നിധ്യം വന്നത്. ഭക്തനായ കിഴിപ്പുറത്തു നമ്പൂതിരിയോടൊപ്പം കൊല്ലൂർ മൂകാംബികയിൽ നിന്നും ഇവിടെ എത്തിയ സരസ്വതി സാന്നിധ്യം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ കുടികൊണ്ടു എന്നതാണ് ഐതിഹ്യം. കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രം മഹാസരസ്വതി ക്ഷേത്രം എന്ന് അറിയപ്പെട്ടു തുടങ്ങി. പനച്ചിക്കാട്ട് സരസ്വതി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും ഭജനം ഇരിക്കുകയും ചെയ്യുക എന്നത് ഏത് ആഗ്രഹത്തിൻ്റെയും സബലീകരണത്തിന് കാരണമാകും എന്നതാണ് വിശ്വാസം. വിദ്യാരംഭം, കലാരംഭം ഇവയ്ക്കെല്ലാം ധാരാളം ഭക്തജനങ്ങളാണ് ദിവസവും ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നത്. മുകളിൽ നിന്നും താഴേക്ക് നോക്കി വിഗ്രഹത്തെ ദർശിക്കുന്ന മറ്റൊരു ക്ഷേത്രം കേരളത്തിൽ ഇല്ല എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. കിഴക്ക് ദർശനമായിരിക്കുന്ന മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന വിഗ്രഹം.
ക്ഷേത്രത്തോട് ചേർന്നു തന്നെ ഒരു കലാമണ്ഡപവും നമുക്ക് കാണാനാവും. നിരവധി കലാകാരന്മാരാണ് ഈ മണ്ഡപത്തിലിരുന്ന് സരസ്വതി നാമങ്ങൾ ചൊല്ലിയത്. സരസ്വതി ലതയാൽ മൂടപ്പെട്ട സരസിനുള്ളിൽ കുടികൊള്ളുന്ന മഹാസരസ്വതി. വിഷ്ണു നടയുടെ തെക്കുഭാഗത്ത് അല്പം താഴെയായാണ് സരസ്വതി ക്ഷേത്രവും യക്ഷിക്കാവും സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലും നാലമ്പലവുമെല്ലാം പൂർണ്ണമായും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ സരസ്വതി ക്ഷേത്രത്തിൽ ഇവയൊന്നും തന്നെയില്ല. ദീർഘചതുരാകൃതിയിൽ ഒരു കൊച്ചുകുളവും അതിനടുത്തു തന്നെ ഒരു വള്ളിപ്പടർപ്പും കാണാം. ആ വള്ളിപ്പടർപ്പിലാണ് കിഴക്കോട്ട് ദർശനമായി സരസ്വതി ദേവിയുടെ മൂലവിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ വിഗ്രഹത്തിൽ പൂജ ചെയ്യാൻ കഴിവുള്ളവർ ഇന്ന് ഇല്ല എന്ന വിശ്വാസത്തിൽ മൂലവിഗ്രഹത്തിന് അഭിമുഖമായി മറ്റൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തിവരുന്നു. മൂന്നടി ഉയരത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ ശിലാവിഗ്രഹം കിഴക്കോട്ട് ദർശനമാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നടയ്ക്ക് മുമ്പുള്ള മണ്ഡപത്തിൽ എല്ലാ ദിവസവും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നു. സരസ്വതി നടയിൽ ദർശനം നടത്തി പടവുകൾ കയറി മുകളിലെത്തുമ്പോൾ ഭക്തജനങ്ങൾക്ക് ഹരിശ്രീ മന്ത്രങ്ങൾ എഴുതുവാനുള്ള സ്ഥലം കാണാം. അവിടെ നിന്നും പ്രധാന ക്ഷേത്രത്തിലേക്ക് ചെന്നാൽ ഗണപതി, ശിവൻ, ശാസ്താവ് എന്നീ സങ്കല്പത്തിലുള്ള ശ്രീകോവിൽ ദർശിക്കാൻ സാധിക്കും. തൊട്ടടുത്തായി യക്ഷിനടയും കാണാവുന്നതാണ്. ഇവിടെ വിഗ്രഹങ്ങൾ മാത്രമാണ് നമുക്ക് കാണാനാവുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനമെങ്കിലും പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്ര കവാടമുള്ളത്. മൂന്ന് നിലകളോടുകൂടിയ ഒരു അലങ്കാര ഗോപുരമുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത്. ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരം ഇല്ല എന്നത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. കിഴക്കും പടിഞ്ഞാറും ഭാഗത്ത് ആനക്കൊട്ടിലും ശീവേലിപ്പുരകളും ഉണ്ട്.
നവരാത്രി കാലത്താണ് ഇവിടുത്തെ മഹാ ഉത്സവം. ആ ഉത്സവ സമയത്ത് നൂറുകണക്കിന് കലാകാരന്മാർ തൻ്റെ കലാപ്രകടനങ്ങൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. സംഗീത നൃത്ത കലാപരിപാടികൾ കൊണ്ട് സമൃദ്ധമായ ദിവസങ്ങളാണ് ഈ നവരാത്രി ദിവസങ്ങൾ. ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് ഒരു ഊട്ടുപുരയും ഊട്ടുപുരയോട് ചേർന്ന് ക്ഷേത്രാനുബന്ധമായ ഒരു ഇല്ലവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നവരാത്രി ഉത്സവ സമയത്ത് ഇവിടെയെല്ലാം വൻ ഭക്തജന തിരക്കായിരിക്കും അനുഭവപ്പെടുക. ഉത്സവ സമയത്ത് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ക്ഷേത്രസമിതി ഇവിടെ ഒരുക്കി കൊടുക്കുന്നു. കോട്ടയം ചിങ്ങവനത്തു നിന്നും 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഒരു യാത്രയിൽ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ക്ഷേത്രം സന്ദർശിക്കാൻ സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ